പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം കേരളത്തിലാകെ രാജ്യമാകെ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഏറ്റവും അധികം ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം. അത്ര ശക്തമായി സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സജീവമാകുന്നു. ഒന്നും രണ്ടും ഘട്ടമൊക്കെ പിന്നിട്ട് മുന്നോട്ട് പ്രചരണം പോകുന്ന നിലയിലാണ് ചില സ്ഥാനാർത്ഥികളെങ്കിലും ചില മുന്നണികളെങ്കിലും. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ നിന്നാണ് പടക്കളം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം, ഏറ്റവും അധികം അതുകൊണ്ട് തന്നെ ഉറ്റുനോക്കുന്ന മണ്ഡലം എന്ന നിലയിൽ വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യം തൃശ്ശൂരിൻ്റെ ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പൊതു ആവേശവും രാഷ്ട്രീയ ചിത്രവുമാണ് പടക്കളത്തിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പടക്കളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പങ്കെടുക്കുന്ന മുന്നണി വക്താക്കൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, CPIM LDF, ശ്രീ പ്രിൻഡു മഹാദേവ്, BJP NDA, ശ്രീ CC ശ്രീകുമാർ, കോൺഗ്രസ് UDF. ആദ്യം എനിക്ക് തോന്നുന്നു സിറ്റിംഗ് സീറ്റ് UDFൻ്റെതാണ്. ശ്രീകുമാറിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു വലിയ പ്രത്യേകത, ശ്രീകുമാർ, നിങ്ങൾ സിറ്റിംഗ് MP മാർ 2019 UDFന് അഭിമാന വിജയം നൽകിയ സിറ്റിംഗ് MP മാരെ എല്ലാം ഫീൽഡ് ചെയ്യിച്ചപ്പോൾ പാവം പ്രതാപനെ മാത്രം മാറ്റി നിർത്തി വടകരയിൽ നിന്ന് K മുരളീധരനെ ഇവിടെ കൊണ്ടുവരുന്നൊരു സാഹചര്യം. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെ കോൺഗ്രസ്, ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം കോൺഗ്രസ് നേരിടുന്ന രാഷ്ട്രീയ പ്രശ്നം വെല്ലുവിളി, BJPക്കെതിരായ പ്രതിരോധത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാനേ കഴിയില്ല എന്ന നിലയിലേക്ക് ആളുകൾ, നേതാക്കൾ കൂടുതലായി BJPയിലേക്ക് പോകുന്ന ഒരു കോൺഗ്രസ് സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആളുകൾ യഥാർത്ഥത്തിൽ പ്രതാപനെ മാറ്റി മുരളീധരനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനെ കാണുന്നത്. ഒരു സിറ്റിംഗ് MP ഒഴിവാക്കുന്നത് തന്നെ ആ ക്യാമ്പിൻ്റെ ഒരു പരാജയത്തിൻ്റെയോ അല്ലെങ്കിൽ ഭീതിയുടെയോ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ചുള്ള ആശങ്കയുടെയോ സൂചനയാണോ? ശരത്, നിങ്ങൾ പറയുന്നത് പോലെയല്ല. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ദേശീയ തെരഞ്ഞെടുപ്പാണിത്. അത് കേവലം ഒരു തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലം എന്ന രീതിയിൽ പരിമിതപ്പെടുത്തിക്കൊണ്ടല്ല. ഇത് കേരളത്തിലെ 20 സ്ഥാനാർത്ഥികളെ, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കീഴിലുള്ള 20 സ്ഥാനാർത്ഥികളും അതിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഏറ്റവും ഉന്നതരായ സ്ഥാനാർത്ഥികളെ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതാപൻ ആ നിലയിൽ ഫിറ്റല്ല, രാഷ്ട്രീയമായി ഫിറ്റല്ല എന്നാണോ? ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാൻ അനുവദിച്ചാൽ സൗകര്യമാണ്. അതിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പരമോന്നത സമിതിയായ AICC വർക്കിംഗ് കമ്മിറ്റിയിലെ 4 അംഗങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അതിൻ്റെ രാഷ്ട്രീയ ഭാഗമായിക്കൊണ്ട് കോൺഗ്രസ് ഏറ്റവും ഉന്നതരായ രാഷ്ട്രീയ നിലവാരത്തിലും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തും ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന സ്ഥാനാർത്ഥികളെ നിരത്തിയത് അത് കേവലം ഒരു തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജകമണ്ഡലം എന്ന നിലക്ക് നമുക്ക് പരിമിതപ്പെടുത്തി കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ട് പ്രതാപനെ മാറ്റി? ഞാൻ പറഞ്ഞുവല്ലോ, കോൺഗ്രസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനകത്ത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റാണ് നഷ്ടപ്പെട്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും തിരികെ പിടിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ മനസ്സിലായി ശ്രീകുമാർ, പറഞ്ഞു. പക്ഷേ ഞാൻ പൂർത്തീകരിക്കട്ടെ. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ തെരഞ്ഞെടുപ്പിൽ അതിന് എന്താണ് ശക്തനല്ല, അതിന് യോഗ്യനല്ല എന്ന് പാർട്ടി കരുതുന്നു. ശരത്തെ, ഞാൻ പൂർത്തീകരിച്ചോട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറ്റി നിർത്തിയ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി KC വേണുഗോപാലിനെ അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാറ്റി നിർത്തിയൊന്നുമല്ല കേട്ടോ ശ്രീകുമാർ, അങ്ങനൊന്നും പറയരുത്. അദ്ദേഹം തിരക്കുകൾ കാരണം മത്സരിക്കുന്നില്ല. വളരെ സൗഹാർദ്ദപരമായി പറയട്ടെ. ശരത്, ഇപ്പം TN പ്രതാപനെ മാറ്റി നിർത്തിയതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെ മാറ്റി നിർത്തിയില്ല എന്നാണ് പറയുന്നത്. KC വേണുഗോപാലിന് ഉന്നതമായ ഉത്തരവാദിത്തം പാർട്ടിക്കകത്ത് നടത്തുമ്പോഴും അതിനോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് പറയുന്നതിന്റെ ഒരു തലം നിങ്ങൾ ചിന്തിക്കുക. സംസാരിക്കുന്നത് നമ്മൾ തൃശ്ശൂർ വരും. എന്തുകൊണ്ടാണ് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ചാണ് ടെലിവിഷൻ ചാനലുകൾ, ദൃശ്യമാധ്യമങ്ങൾ, ഒരു നിമിഷം, അതായത് ദൃശ്യമാധ്യമങ്ങൾ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെത്തി അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ച് അവിടുത്തെ മുന്നണി വക്താക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ വിശാല രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം മണ്ഡലം, സിറ്റിംഗ് MP, അവരുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വിലയിരുത്തുന്ന ഒരു ഘട്ടം വരും. കാരണം ജനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണത്. അവിടെയാണ് സിറ്റിംഗ് MP UDF പാനലിൽ മാറ്റി നിർത്തപ്പെട്ട ഒരാൾ TN പ്രതാപൻ മാത്രമാണ്. തൃശ്ശൂരിൽ അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാണ് എന്ന് വരുമ്പോൾ ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കുമെന്നാണ് എൻ്റെ ഒരു ചോദ്യത്തിൽ ആവർത്തിച്ചുള്ളത്. പക്ഷേ ശ്രീകുമാർ അതിലേക്ക് കാര്യമായി വന്നില്ല എന്ന് തോന്നുന്നു. ജനങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല, ജനം അത് ബോധ്യപ്പെട്ടതാണ്. ഇപ്പൊ ക്ലിയറായി, ബോധ്യപ്പെട്ടതാണ്. രണ്ടാമതൊന്ന്,
മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞത് ശരത്ത് പറയുന്ന മാറ്റി നിർത്തപ്പെട്ടു കഴിഞ്ഞ കാലം ഇപ്പോൾ നിലവിലെ ടി എൻ പ്രതാപൻ തന്നെ തന്റെ പരിപൂർണ സമ്മതത്തോടെ പാർട്ടിയാണ് തന്റെ ജീവിതം, പാർട്ടിയാണ് തന്റെ ജീവൻ, പാർട്ടിയാണ് തന്റെ രക്തം എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൽ അഭിസംബോധന ചെയ്താണ്. ശ്രീ അബ്ദുൽ ഖാദർ, ഒരർത്ഥത്തിൽ ശരിയാണ്. പ്രതാപൻ തന്നെയാണ് ഏറ്റവും അധികം സന്തോഷം പ്രകടിപ്പിക്കുക. എങ്ങനെയൊക്കെയാണ് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചതെന്ന് അറിയാത്ത വിധം അത്രമേൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കേരളമാകെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മുമ്പിൽ. അദ്ദേഹം അതീവ സന്തുഷ്ടനാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് പരാതിയില്ല. ഇടതുപക്ഷം ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിൽ ഏത് തരത്തിലാണ് അവതരിപ്പിക്കുന്നത്? കെ മുരളീധരൻ്റെ വരവ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏത് നിലയിലാണ് നിങ്ങൾ കാണുന്നത്? പ്രതാപൻ്റെ സന്തോഷം സത്യനന്ദിക്കാടിൻ്റെ സിനിമയിൽ അയ്മനം സിദ്ധാർത്ഥൻ്റെ ഒരു മാതൃകയിലാണ്. ആ പടം കണ്ടവർക്കറിയാം. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അപ്പം തലേ ദിവസം വരെ പുള്ളിയാണ് സ്ഥാനാർത്ഥി എന്ന് കരുതുകയും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ മാറ്റി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ചാനലുകാർ ചോദിച്ചപ്പോൾ ഫഹദ് ഫാസിൽ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞ അതേ അഭ്യാസമാണ് പ്രതാപൻ ഇവിടെ കാണിച്ചത്. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. കാരണം 1.5 വർഷമായിട്ട് പ്രതാപൻ ഇവിടെ മത്സരിക്കും എന്ന് ആദ്യം മത്സരിക്കില്ല എന്ന് പറഞ്ഞു, പിന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞു. നാടെമ്പാടും സ്നേഹയാത്ര നടത്തി. അദ്ദേഹം തന്നെ ചുമര് എഴുതിച്ചു, അദ്ദേഹം തന്നെ ഫ്ലെക്സ് വെച്ചു, അദ്ദേഹം തന്നെ പോസ്റ്റർ വെച്ചു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ മണ്ഡലത്തിൽ പലയിടത്തും പ്രതാപൻ്റെ പോസ്റ്ററുകൾ നീക്കം ചെയ്തിട്ടില്ല. മുരളീധരൻ്റെ പുതിയ സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ വിശദീകരിക്കേണ്ടത് ഞങ്ങളല്ല, കോൺഗ്രസ്സാണ്. കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രവർത്തിക്കാൻ പ്രതാപന് അനുമതി നൽകിയിരുന്നോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. അതെന്തുമാവട്ടെ, ഏതായാലും ഈ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് എം പിമാരിൽ കോൺഗ്രസിൻ്റെ ഒരേ ഒരു എം പിക്കാണ് സീറ്റ് നിഷേധിക്കപ്പെട്ടത്. അത് ശ്രീ ടി എൻ പ്രതാപനാണ്. പ്രതാപന് വേണ്ടി വാദിച്ചിരുന്നവരാണ് നമ്മുടെ ചില കോൺഗ്രസ്സുകാരെല്ലാം. ഇപ്പോൾ പ്രതാപനെ മാറ്റിയതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഈ നാടറിയുന്ന, ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിയുന്ന സഖാവ് VS സുനിൽകുമാറാണ് ഈ മണ്ഡലത്തിലെ കരുത്തനായ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ ജനം നെഞ്ചേറ്റു വാങ്ങിക്കഴിഞ്ഞു. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ഈ ശക്തരായ എതിരാളികളാണ്. അക്കാര്യത്തിൽ ഇടതുമുന്നണിക്ക് സംശയമുണ്ടോ? അല്ല, സുരേഷ് ഗോപി ഒരു സ്ഥാനാർത്ഥിയുടെയും എന്താ പറയുക കരുത്ത് കുറച്ച് കാണിക്കാൻ ഞങ്ങൾ ആളല്ല. ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും കെ മുരളീധരനായാലും ഒക്കെ തന്നെ, സുരേഷ് ഗോപി സിനിമയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു നടനാണ്. കെ മുരളീധരൻ ഇപ്പോൾ രാഷ്ട്രീയത്തിലും പ്രമുഖനാണ്. അത് കുറച്ച് കാണിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ VS സുനിൽകുമാർ 3 തവണ MLA, 1 തവണ മന്ത്രി എന്നുള്ള നിലയിലെല്ലാം തന്നെ ഈ നാടിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുകയും സുപരിചിതനായിട്ടുള്ള, ജനങ്ങൾക്ക് പ്രാപ്യനായ, സ്വീകാര്യനായ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തലത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് മറ്റ് അദ്ദേഹത്തെക്കുറിച്ചുള്ള മുഖവുരകളൊന്നും ആവശ്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനസമക്ഷം അവതരിപ്പിക്കുന്നത് തികഞ്ഞ അഭിമാനത്തോടു കൂടിയാണ്. റൈറ്റ്. പ്രിൻഡു, ഇപ്പോൾ ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ അവരുടെ സ്ഥാനാർത്ഥിയിൽ ഇടതുമുന്നണിക്കുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. VS സുനിൽകുമാറിനെ ഏതെങ്കിലും തരത്തിൽ കൂടുതലായി വിശേഷിപ്പിക്കേണ്ടതില്ല. മറുഭാഗത്ത് കെ കരുണാകരൻ്റെ മകൻ കൂടിയായിട്ടുള്ള കെ മുരളീധരൻ ഇന്നത്തെ സാഹചര്യത്തിൽ വടകര വിട്ട് തൃശ്ശൂരിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസ് ക്യാമ്പുകൾക്ക് ആവേശമുണ്ട്. പ്രതാപനെ ഒഴിവാക്കിയിട്ടാണെങ്കിൽ പോലും ആ പ്രതാപൻ പോലും ആവേശത്തോടെയും സന്തോഷത്തോടെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ ക്യാമ്പിന് ആവേശം പകരുമ്പോഴും തുടർച്ചയായി പരാജയപ്പെട്ടയാളാണ്. അത് ലോക്സഭയിൽ പരാജയപ്പെട്ടു, നിയമസഭയിൽ പരാജയപ്പെട്ടു, തൃശ്ശൂർ എടുക്കും എന്ന ആത്മവിശ്വാസം ഇപ്പോൾ കാട്ടുന്നത് പോലെ മുൻപും കാട്ടിയിട്ടുള്ളയാളാണ്. അപ്പോൾ ഇത്തവണ നിങ്ങൾക്ക് അതിലും കവിഞ്ഞൊരു ആത്മവിശ്വാസം ഏതളവിലാണ്? അതിന് കാരണം എന്താണ്? ഇപ്പോൾ മോദി ഗ്യാരണ്ടി എന്നതിൽ നിന്നാണെങ്കിൽ പോലും അതിൻ്റെതായ രാഷ്ട്രീയ വിമർശനം ഉണ്ടാകും. അതിനപ്പുറം തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് ഈ മണ്ഡലത്തെക്കുറിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഘടകം എന്താണ്? ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടിയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ കാര്യം. 19 രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്യാരണ്ടി.
മൂന്നാമത്തെ ഗ്യാരണ്ടിയായി മാറാൻ പോകുന്നത് ഇവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്ന പ്രതാപൻ്റെ ശാപമാണ്. നേരത്തെ ശ്രീകുമാർ സാറ് വളരെയധികം ഗദ്ഗതകണ്ഠനായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടു. പ്രതാപൻ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം മാറിയതാണെന്ന്. അങ്ങനെ മാറിയതാണെങ്കിൽ 3.5 ലക്ഷം പോസ്റ്റർ അടിച്ചിട്ട് തൃശ്ശൂരിൻ്റെ ചുമരുകളിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് പ്രതാപൻ പറയുമോ? നിങ്ങൾ നോക്കണം. അത് മാത്രമാണോ ഇവിടുത്തെ നേരത്തെ അബ്ദുൽ ഖാദർ സാറോ പറഞ്ഞു ഇവിടെ ഇതുവരെ പ്രതാപൻ്റെ ചുമര് അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അത് മാത്രമല്ല ഇവർ ചെയ്ത വലിയൊരു പാതകം, ആ ചുമര് ഇദ്ദേഹത്തെ കൊണ്ട് മായ്പിച്ച് അവിടെ കെ മുരളീധരൻ്റെ പേരെഴുതിപ്പിക്കുക. ഇതിലും വലിയ നാണം കെട്ട ഒരു പ്രസ്ഥാനം ഉണ്ടോ? നിങ്ങൾ നോക്കണം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ആ സമയത്ത് നോക്കണം. സത്യത്തിൽ എനിക്ക് പോലും, ഞാനൊരു BJP കാരനാണ്, അദ്ദേഹത്തിന് ആ മുഖവും മുഖഭാവവും ഒക്കെ കണ്ടപ്പോൾ ഇപ്പം അദ്ദേഹം ആക്ട് ചെയ്യാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ കൈമനം സിദ്ധാർത്ഥനെ പോലെ അദ്ദേഹത്തിൻ്റെ മുഖം തുടച്ചു കൊടുക്കുന്നു. എവിടേക്കാണ് തുടച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. പാവം, ഇങ്ങനെ ഒരു മനുഷ്യനെ അപമാനിക്കുകയല്ലേ നിങ്ങൾ? അതുമാത്രമല്ല ഇവരെ എടുത്തറിയാൻ കാരണമുണ്ട്. അങ്ങനെ ഒരു മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കാനാണെങ്കിൽ കാസർഗോഡ് നിർത്തിക്കൂടെ? അങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനെ മുസ്ലിം സമുദായത്തിന് പ്രാബല്യമുള്ള സ്ഥലമാണ് കാസർഗോഡ്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് മാറ്റിക്കൂടെ? വിജയരാഘവനെ മാറ്റിക്കൂടെ? എന്തുകൊണ്ട് പ്രതാപൻ ഇവിടെ നിന്ന് മാറ്റിയത് നമുക്ക് മനസ്സിലാക്കണം. അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, അരയ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്, കോസ്റ്റൽ മേഖലയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെ കരിവേപ്പില പോലെ എടുത്തെറിയുന്നു. ആ എടുത്തെറിഞ്ഞതിൻ്റെ ശാപം ഒന്ന്. പിന്നെ പ്രതാപൻ ഇവിടെ എന്ത് ചെയ്തു എന്നൊരു കാര്യം കൂടിയുണ്ട്. നോക്കൂ, ഇവിടുത്തെ കേരളത്തിലെ നമ്മൾ നോക്കി കേരളത്തിലെ 20 MP-മാരിൽ ഏറ്റവും മോശമായ പ്രകടനം നടത്തിയിട്ടുള്ള 2 MP-മാരാണ്. ഒന്ന് ഇവിടുത്തെ MP പ്രതാപനും തൊട്ടടുത്ത ആലത്തൂർ MP രമ്യ ഹരിദാസും. രമ്യ ഹരിദാസിന് പിന്നെ പാട്ട് പാടാനെങ്കിലും കഴിവുണ്ട്. പിന്നെ പ്രതാപിന് പിന്നെ തെറി വിളിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അദ്ദേഹം എപ്പോഴും പാർലമെൻറ്റിൽ നിന്ന് പുറത്താണ്. നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞല്ലോ, 2 തവണ തോറ്റ സുരേഷ് ഗോപി എങ്ങനെയാണ് 3-ാം തവണ ജയിക്കുകയെന്ന്. നിങ്ങൾ BJP-യുടെ വളർച്ച ഇവിടെ നിന്ന് മനസ്സിലാക്കണം. ഇവിടെ രമാ രഘുനന്ദൻ മത്സരിക്കുന്ന സമയത്ത് BJP-യുടെ വോട്ട് 50,000-ആണ്. ശ്രീഷൻ മാഷ് മത്സരിക്കുന്ന സമയത്ത് BJP-യുടെ വോട്ട് 1,03,000-ആണ്. സുരേഷ് ഗോപി വന്ന് 11 ദിവസം കൊണ്ട് സുരേഷ് ഗോപി ഇവിടെ പിടിച്ച വോട്ട് 2,93,000-ആണ്. ഇവിടെ സുരേഷ് ഗോപി 50 ദിവസം പ്രവർത്തിക്കും, 6 ലക്ഷം വോട്ട് നേടിക്കൊണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ശരി, നിങ്ങളുടെ ഊഴമാണ്. തുടങ്ങാം, ചോദിച്ചോളൂ. ഒരു കാര്യം അറിയേണ്ടത്, ഈ ആവർത്തിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ചു വിചാരിച്ചാലും ഷാഫി പറമ്പിൽ, കെ മുരളീധരൻ, TN പ്രതാപൻ ഇവരുടെ കാര്യത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ യുക്തി എന്താണെന്ന് എത്ര പറഞ്ഞാലും ആ യുക്തി നമുക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. യുക്തി വളരെ കൃത്യമായി പറഞ്ഞതാണ്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതൊരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിട്ടല്ല. ഇത് കാണുന്നത് ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. ആ ദേശീയ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മുന്നേ സംസാരിച്ച പിൻഡോ പറഞ്ഞതുപോലെ അതിനകത്ത് ദളിതനോ സവർണനോ അല്ലെങ്കിൽ മുക്കുവനോ ഇല്ല, മനുഷ്യനെ കാണുന്നുള്ളൂ. ഇന്ത്യയിൽ മനുഷ്യരെ കാണാത്തതിന്റെ കുഴപ്പമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ല. ഞാൻ ചോദിക്കുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 സ്ഥാനാർത്ഥികൾ? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പല്ലാന്ന് പറഞ്ഞു കേട്ടില്ലേ? അതും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാനിപ്പോ എന്ത് ചെയ്യും? ഞാൻ മുമ്പ് ചോദിച്ചപ്പോ പുള്ളി എന്നോട് മറ്റൊന്നുള്ളത്, സുരേഷ് ഗോപി ഇപ്പൊ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഗതികൾ സുരേഷ് ഗോപിക്ക് തന്നെ എതിരാണോ എന്നുള്ളതാണ്. സ്വയം തോൽക്കാൻ തീരുമാനിച്ചിട്ടാണ് ഇത് 25 പേർക്ക് വോട്ടില്ല എന്ന് പരസ്യമായിട്ടാണോ ഇത് പറയുക, അതോ ഇത് പാർട്ടിക്കകത്താണോ പറയുക എന്ന് പറഞ്ഞാൽ അവനവൻ തോൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് എനിക്കുള്ള സംശയം. അടുത്തതൂടെ എടുത്തിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് പ്രിൻ്റോണാണ്. ബെട്ടി ബച്ചാവോ ബെട്ടി പടാവോ എന്ന് പറയുന്ന നരേന്ദ്രമോദി ഗ്യാരണ്ടി ഏത് നിലയ്ക്കാണ് നമ്മുടെ ഗുസ്തി താരങ്ങൾ രാജ്യത്ത് മറ്റേ ഇതിന് ഒളിമ്പിക് മെഡൽ അടക്കം നേടിയെടുത്തിട്ടുള്ള ഗുസ്തി താരങ്ങൾ, ഗോൾഡ് മെഡൽ നേടിയെടുത്തിട്ടുള്ള ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ നിങ്ങൾ ആരുടെ ബെട്ടി ബച്ചാവോണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്? പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പൗരത്വ ബില്ലിനെ കുറിച്ചിട്ടാണ്. ആരെയാണ് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിംസിനെ അതുപോലെ അപരത്വം പറഞ്ഞ് നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത്? അത് ഏതാണ്? നിങ്ങൾ ഏതാണ് പൗരത്വം? ഷാ എന്ന് പറയുന്നത് തന്നെ മുസ്ലിം, അൽബുറാനി എന്ന് പറയുന്നത് സൂഫി വര്യൻ്റെയാണ്. അങ്ങോട്ട് കിടക്കുക ചർച്ചയ്ക്കില്ല. ഈ 2 ചോദ്യമാണ്. ഒന്ന് പൗരത്വം, അതിന് ബോണ്ട് ഇടപാട് കോഴ എന്നാണ് അറിയേണ്ടത്. ഈ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന പദ്ധതിയും അദ്ദേഹം പറഞ്ഞ സ്പോർട്സും തമ്മിൽ ഒരു ബന്ധമില്ല. പറയട്ടെ. ഒന്ന് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ പെൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം ചെയ്യാതെ നിൽക്കുന്ന സാഹചര്യം വളരെ കൂടുതലാണ്, നിരക്ഷരരാണ്. ആ നിരക്ഷരതയെ
ആ നിരക്ഷരതയെ അവസാനിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്തിലെ പെൺകുട്ടികളെ മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ സ്കൂളുകളിൽ പോയി പഠിക്കൂ, അതിനാവശ്യമായിട്ടുള്ള ചെലവും വസ്ത്രവും യൂണിഫോമും ഭക്ഷണവും ഞാൻ തരാമെന്ന് പറഞ്ഞ മോഡിയുടെ ഗ്യാരണ്ടിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അദ്ദേഹം പറയട്ടെ. രണ്ടാമത് അദ്ദേഹം പറയും ഗുസ്തിയുടെ ചില ഗുസ്തിക്കാരുടെ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ നടത്തുന്ന അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് സർക്കാർ അംഗീകരിക്കാതിരുന്നത്? ഇല്ലല്ലോ. ഞാൻ പറയാം, ഗുസ്തിക്കാർ ഉന്നയിച്ച ഒരു കാര്യം കേന്ദ്ര സർക്കാർ ഗുസ്തിക്കാരുടെ കൂടെ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ സ്പോർട്സ് താരങ്ങൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ ഗെയിംസിൽ എത്ര മെഡൽ കിട്ടിയെന്ന് സാറിന് അറിയോ? എന്റെ ചോദ്യം ഇതാണ്. ഈ രാജ്യത്തിലെ സ്പോർട്സ് താരങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിൽ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന സർക്കാരാണ്. മൂന്നാമത്തെ കാര്യത്തിൽ മറുപടി പറയട്ടെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ മൂന്നാമത്തെ കാര്യം സെറ്റിൽ ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല, പക്ഷെ അതവിടെ കിടക്കട്ടെ, ജനം തീരുമാനിക്കട്ടെ തെരഞ്ഞെടുപ്പിൽ. പൗരത്വം എന്ന് പറയും. നിങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളെ CAA പേരിൽ ഹിന്ദുവിനെ മുസൽമാനെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഈ CAA കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കി ആദ്യത്തെ നീക്കം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ നീക്കം നടത്തിയ സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സുകാർക്കും ഈ രാജ്യത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് CAA. ഈ രാജ്യത്തിലെ ഏത് പൗരനെയാണ് ചേട്ടാ CAA? ഞാൻ പറയട്ടെ, മുസ്ലിംസിനല്ല, ഒരു മുസ്ലിംസിനെ ബാധിക്കില്ല, ഒരു മുസ്ലിംസിനെ ബാധിക്കില്ല. ഈ രാജ്യത്തിൽ ഒരു പൗരനെ പോലും റോഹിംഗ്യൻ മുസ്ലിംസ് ഇല്ല, ശ്രീലങ്കൻ. സംവാദങ്ങൾ ഏകപക്ഷീയമാവരുത്. ഹിന്ദു ഇവിടെ പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടരുത്. ഞാൻ CAA വരാം. അതിനു മുമ്പ് ശ്രീ നരേന്ദ്രമോദി 2004 അധികാരത്തിൽ വരുമ്പോൾ 65 രൂപയാണ് ഇവിടെ പെട്രോളിൻ്റെ വില. ഇപ്പം 110 ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില അത് മോഡി ഗ്യാരണ്ടി പ്രഖ്യാപിച്ചതാണ്. ആ ഗ്യാരണ്ടിയുടെ പ്രഖ്യാപനം നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രാപ്തനല്ല എന്ന കാര്യം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് തെളിയിക്കപ്പെട്ടു. പെട്രോളിൻ്റെ, ഡീസലിൻ്റെ, പാചകവാതകത്തിൻ്റെ വിലയെല്ലാം വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു. പ്രധാനമന്ത്രി പറഞ്ഞു എനിക്ക് 50 ദിവസം തരൂ. എവിടെയാണ് പരിഹരിച്ചത്? ഇപ്പോൾ അദ്ദേഹം ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. തൃശ്ശൂരിൽ വന്ന് അദ്ദേഹം പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് ഈ രാജ്യത്തിന് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല. ഞാനൊരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹം കായൽ സമ്മേളനത്തിൻ്റെ വാർഷികത്തിൽ കൊച്ചിയിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയെന്ന് പറയുന്നു. 5 സെൻറ്റും 10 സെൻറ്റൊക്കെയാണ് കൊടുത്തത്. എൻ്റെ പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ, BJP അധികാരത്തിൽ വന്നാൽ ഇന്ത്യ രാജ്യത്ത് ഭൂപരിഷ്കരണം നടപ്പിലാക്കി ഈ നാട്ടിലെ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും പിന്നോക്കക്കാരനും ഭൂമി നൽകും എന്ന് പറഞ്ഞു. 10 വർഷമായില്ലേ ഈ നാട്ടിലെ പാവപ്പെട്ടവന് ഭൂമി നൽകാൻ, ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ? എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഗവൺമെൻറ് തയ്യാറാകുന്നില്ല? ഈ ചോദ്യം ആരാണ് ചോദിക്കാൻ ആളുണ്ടോ? നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ മോഡിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പോലും നടപ്പിലാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ആലോചന വരുമാനത്തിൽ 42 പറയുമ്പോൾ ഒരു സംശയം വേണ്ട. എനിക്ക് ചോദിക്കാനുള്ളത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഭൂപരിഷ്കരണം നടപ്പിലാക്കി അവരെ തെരുവിലിട്ടു, ഞങ്ങൾ അവർക്ക് വീട് വെച്ചു കൊടുത്തു. മോഡിയുടെ ഗ്യാരണ്ടിയാണ്. നരേന്ദ്രമോദി അടക്കമുള്ള NDA അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞത് എന്താ? രാജ്യത്തെ കള്ളപ്പണം ഒഴുകുകയാണ്,
സ്വിസ് ബാങ്കുകളൊക്കെ കള്ളപ്പണമുണ്ട്. ഓക്കേ, അത് പിടിച്ചെടുത്ത് ഞങ്ങൾ 15 ലക്ഷം കൊടുക്കും. ഓക്കേ. ഇപ്പോൾ എന്താണ് അവസ്ഥ? ആരാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറയാം. ആരാ പറഞ്ഞിട്ടുള്ളത് പറയാം. ഞാൻ അത് പറഞ്ഞു. BJP നേതാക്കൾ പ്രഖ്യാപിച്ചതാണ്. കള്ളപ്പണം മനസ്സിലായോ? BJP അടക്കമുള്ള രാഷ്ട്രീയ ഈ BJP-യും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കള്ളപ്പണം കുന്നുകൂടി വെച്ചത് പുറത്തു പറയാൻ പഠിക്കുകയാണ്. ഇതാണോ മോഡി ഗ്യാരണ്ടി? നിങ്ങളുടെ MP-മാര് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയി. ആ ഇന്ത്യൻ പാർലമെന്റിൽ 5 കൊല്ലക്കാലം കസേരയിരിക്കുമ്പോൾ ഇന്ത്യയുടെ മർമ്മപ്രധാനമായ വ്യവസായശാലകൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല. പെട്രോളും ഡീസലിനും വില നിശ്ചയിക്കാനുള്ള കോർപ്പറേറ്റുകൾക്ക് അവകാശം കൊടുക്കുമ്പോൾ നിങ്ങളൊന്നും മിണ്ടിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ 6 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ, കൽക്കരി ഖനികൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ, ധാതുഗതല മേഖല സ്വകാര്യവൽക്കരിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്ത് സ്വകാര്യവൽക്കരണത്തിനോ കോർപ്പറേറ്റുകൾക്കോ അധികാരം നൽകുമ്പോൾ നിങ്ങളൊന്നും മിണ്ടിയില്ല. കാരണം എന്താ? നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതി ISR ആയപ്പോലും നമ്മുടെ രാജ്യത്ത് അംബാനിക്കും അദാനിക്കും എഴുതി കൊടുത്തോ. അദാനിയും അംബാനിയും റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന സുന്ദരമോഹന ദിവസം സ്വപ്നം കണ്ട് നടക്കുകയാണ് ഇയാളുടെ മോദി. അതിന് കൂട്ടി നിൽക്കുകയാണ്. മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും തുന്നിക്കൂട്ടി പ്രതാപനും നിങ്ങളുടെ രമ്യ ഹരിദാസും നിങ്ങളുടെ ഭീഷ്മാചാര്യനായിട്ടുള്ള K. സുധാകരനും ഇരുന്നില്ലേ ഇന്ത്യൻ പാർലമെന്റിൽ? മറുപടിയുണ്ടോ? പ്രതാപന് സീറ്റ് കൊടുക്കാഞ്ഞത് വേറൊന്നുമല്ല, പ്രതാപൻ ഇവിടെ തോൽക്കുമെന്നറിയാം. മുരളിക്ക് സീറ്റ് കൊടുക്കാഞ്ഞത് അവിടെയും തോൽക്കുമെന്നറിയാം. പ്രതാപിനേക്കാൾ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിക്കൊണ്ട് TN പ്രതാപനെ മാറ്റി K. മുരളീധരനെ വന്നു എന്ന് മാത്രമല്ല, കേരള ഈ തൃശൂർ ജില്ലയിലെ തൃശൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും അത് ഏറ്റെടുക്കുകയും ഒരു രാഷ്ട്രീയ ബോംബിംഗ് തന്നെയായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന് തൃശൂർ നമ്മുടെ രാജ്യം വിറ്റുകൊണ്ടിരിക്കുകയാണ്. നരസിംഹറാവുവിൻ്റെ കാലത്ത് 2000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു. അരുൺ ഷൂരി വിൽപ്പന മന്ത്രിയായപ്പോൾ 5600 കോടി രൂപയുടെ വിറ്റു. ഇപ്പോൾ ഒരു വർഷം വിൽക്കുന്നത് 51,000 കോടി രൂപയുടെ പൊതുമേഖലയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ശ്രീകുമാറിനോട് ചോദിക്കുന്നു, ഈ വിൽപ്പനയെ എതിർക്കാൻ ഉള്ള നയം കോൺഗ്രസിനുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട്? നിങ്ങളാണ് തുടങ്ങി വെച്ചത്. നിങ്ങളെക്കാൾ വേഗതയിൽ ശക്തിയിൽ അത് BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല. ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞു. പാർലമെൻറ്റിൽ മുരളീധരനായാലും പ്രതാപനായാലും ഈ നയങ്ങളോട് എടുത്തിരുന്ന നിലപാട് സോഫ്റ്റായിരുന്നു. ഇപ്പോൾ NIA ഭേദഗതി നിയമം വന്നു. കോൺഗ്രസ് അതിൻ്റെ കൂടെയാണ് നിന്നത്. ദേശീയ അന്വേഷണ ഏജൻസിക്ക് അമിതാധികാരം നൽകുന്ന നിയമത്തെ എതിർക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല. അത് പ്രതാപനായാലും കഴിഞ്ഞില്ല, മുരളീധരനായാലും ശശി തരൂരായാലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ നയം ഈ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ജനം വിലയിരുത്തും. ചോദ്യം എന്നോട് നേരത്തെ ചോദിച്ച് അവസാനിപ്പിച്ചിട്ടില്ല. താങ്കൾ പറഞ്ഞൊരു ചോദ്യത്തിൽ താങ്കളുടെ വിശദീകരണത്തിൽ തർക്കമുണ്ടെങ്കിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞത്. അദ്ദേഹം മറുപടി പറഞ്ഞു. മറ്റൊന്ന്, BJP നേരത്തെ BJPയുടെ പ്രതിനിധി സൂചിപ്പിച്ചതും CPM-ന്റെ പ്രതിനിധി സൂചിപ്പിച്ചതും ഒരേ കാര്യമായിരുന്നു MP-യുടെ പെർഫോമൻസ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷത്തിനകത്ത് എത്ര രൂപയാണ് MP ഫണ്ടായിട്ട് അനുവദിച്ചത്? BJPയുടെ പ്രതിനിധിയുണ്ടല്ലോ. ശരാശരി ഇന്ത്യയിൽ ഒരു MP-ക്ക് ഒരു വർഷം 5 കോടി രൂപയാണ്. 25 കോടി രൂപയാണ് അനുവദിക്കപ്പെടേണ്ടത്. അതിൽ കോവിഡിൻ്റെ കാലത്ത് ഫണ്ട് കട്ട് ചെയ്ത് അടക്കം ഏകദേശം 17 കോടി രൂപയാണ് അനുവദിച്ചത്. അതായത് 19 കോടി രൂപയാണ് ലഭ്യമായത്. ആ 19 കോടി രൂപയ്ക്കും AIS കൊടുത്തിട്ടാണ് ഇന്ന് ഈ നിമിഷത്തിൽ ഇരിക്കുന്നത്. അതിൽ 80% പ്രവർത്തികൾ പൂർത്തീകരിക്കപ്പെട്ടതും മറ്റു പൂർത്തീകരിക്കുന്ന സ്റ്റേജിലുമാണ്. അങ്ങ് പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങ് പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങ് സംസാരിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. രണ്ട് സാഹചര്യങ്ങൾ. ഒരു MP എന്ന നിലയിൽ പാർലമെന്റിൽ രാഷ്ട്രീയമായി എത്രമാത്രം ഇടപെടലുകൾ നടത്തി. MP ഫണ്ട് മാത്രമായി ചുരുക്കരുതെന്നാണ്. ഈ കോവിഡ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഈ രാജ്യത്തിന്റെ ആരോഗ്യരംഗം ശാക്തീകരിക്കുന്നതാണ്. ഐസോലേഷൻ വാർഡ് ആദ്യം ഫണ്ട് കൊടുത്ത MP TN പ്രതാപനാണ്. ഞാൻ BJPയുടെയും CPM-ന്റെയും പ്രതിനിധിയോടാണ്, രണ്ടുപേരോടും കൂടിയിട്ടാണ് പറയുന്നത്.
1 രൂപയ്ക്ക് അരി കൊടുത്ത ഒരു ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് അരിയുടെ വില എത്രയാണെന്ന് MLA ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ആളുകൾക്ക് പട്ടിണി എടുക്കുന്ന അവസ്ഥയിലാണ്. 7 മാസമായിട്ട് പെൻഷൻ കിട്ടാത്ത അവസ്ഥയിലാണ്. സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞു. ഈ കേരളത്തിൽ തന്നെ അതുപോലെ തന്നെ UP യിൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ എന്താ പറയാ, കായിക താരങ്ങൾ പോലും അവരുടെ ബൂട്ടും ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള മെഡലുകൾ പോലും ഒഴുക്കി കളയുമ്പോൾ നിങ്ങൾ എന്താണ് സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഈ നാടിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ചത്? അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ഞാനൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് പറയാം, എന്താണ് നിങ്ങൾ ഈ നാട്ടിൽ വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ഈ 15 വർഷമായിട്ട് ജനപ്രതിനിധിയാണ്. എൻ്റെ പഞ്ചായത്തിൽ ഒരു രൂപയുടെ വീട് പോലും ഈ ലൈഫ് പദ്ധതിയില്ലേ? ലൈഫ് പദ്ധതി പഞ്ചായത്ത് അല്ല, ലൈഫ് പദ്ധതി ഉണ്ടോ? കേരളത്തിൽ ലൈഫ് പദ്ധതി ഇല്ലാത്തൊരു പഞ്ചായത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ജനപ്രതിനിധി സർക്കാരിന്റെ ഗ്യാരണ്ടി പറഞ്ഞു. ഈ കേന്ദ്രത്തിന്റെ വേലൂർ ഗ്രാമപഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ ഒരു വീട് പോലും കിട്ടില്ല എന്നാണ് മെമ്പർ പറയുന്നത്. ചോദിക്കുന്നു, വേലൂർ പഞ്ചായത്തിൽ ഇല്ലാന്ന് പറഞ്ഞല്ലോ. കാണിച്ചു തരാം. ഫണ്ട് വരില്ല, ഫണ്ട് വരില്ല. ഞാനൊരു കാര്യം മാഡം എന്നോട് ചോദിച്ചതിന് മറുപടി പറയട്ടെ. പ്രിന്റ് ഒരു മേഡം ഇവിടെ UDF കാലത്തിന്റെ ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞു. 2011-16 UDF കേരളം ഭരിക്കുമ്പോൾ 10 മുതൽ 25 മാസം വരെ പെൻഷനുകൾ കുടിശ്ശികയായിരുന്നു മേഡം. 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ നിങ്ങളുടെ തന്നെ വാദം 18 മാസം കുടിശ്ശികയായിരുന്നത് പിണറായി വിജയൻ ഈ സംസ്ഥാനത്ത് അധികാരത്തിലേറിയപ്പോഴാണ് 1100 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ കുടിശ്ശികയുണ്ട്, ഈ പഞ്ചായത്ത് കൊടുത്തു തുടങ്ങുകയാണ്. അങ്ങ് മനസ്സിലാക്കണം, UDF കാലത്ത് നിങ്ങൾ ആകെ കൊടുത്ത പെൻഷൻ എത്രയാണെന്ന് അറിയാമോ? UDF സർക്കാർ 5 വർഷം കൊണ്ട് വെറും 9000 കോടി രൂപയാണ് കൊടുത്തതെങ്കിൽ 57,000 കോടി രൂപയാണ് LDF പെൻഷനായിട്ട് കൊടുത്തത്. നിങ്ങളുടെ കാലത്തേക്കാൾ 20,000 ആളുകൾക്ക് കൂടുതൽ പെൻഷൻ കൊടുക്കുകയും ചെയ്തു. ഇന്ത്യ രാജ്യത്തെ ഭവന പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭവന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ്. അതെ, ലൈഫ് ഭവന പദ്ധതി ഈ ലൈഫ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എത്ര? നിങ്ങളുടെ സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ പഞ്ചായത്തിലാകെ 74,000 രൂപയാണ് കേന്ദ്ര കോൺട്രിബ്യൂഷൻ. ബാക്കി പണം നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റും ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമാണ്. എന്നിട്ട് പറയുന്നു മോഡി നിർമ്മിച്ചു കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എവിടെ? കേരളം ഒഴികെയുള്ള 74,000 രൂപ കൊണ്ട് എവിടെയാണ് വീട് നിർമ്മിക്കുന്നത്? 4 ലക്ഷത്തിൽ രൂപ ഒരു സർക്കാർ കൊടുക്കുന്നു. ലൈഫ് പദ്ധതിയിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ആദരണീയനായിട്ടുള്ള അബ്ദുൽ ഖാദർ സാർ ചോദിക്കുകയാണ്, ലൈഫ് പദ്ധതിയുടെ കൃത്യമായ കണക്ക് വിവരണങ്ങൾ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? ഇവര് ചോദ്യം ചേച്ചി ചോദിച്ചു, ചോദിക്കട്ടെ ചേട്ടാ, ചോദിക്കട്ടെ സഹോദര, ചോദിക്കട്ടെ. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയപ്പോ 90 ദിവസം മൗനം പാലിച്ചോ? സ്ത്രീകൾക്കെതിരെ മൗനം പാലിച്ച മോദിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന കാര്യം സുഹൃത്ത് മറക്കല്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ ആരോടാണ്? എനിക്ക് BJPയുടെ എല്ലാം കൂടി. അപ്പൊ പുതിയ ചോദ്യമൊന്നുമില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞതിൽ 1-2 കാര്യങ്ങളൊന്നും ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഈ പെട്രോളിന്റെ വില വർധനവ്, പെട്രോളിന്റെ വില നിശ്ചയിക്കാനുള്ള അവകാശം ഈ UPA സർക്കാരാണ് മാറ്റിയത്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വില നിശ്ചയിക്കാനുള്ള അവകാശം പെട്രോളിയം കമ്പനികൾക്ക് നൽകുമ്പോഴും UPA സർക്കാർ വില പിടിച്ചു നിർത്തിയത് 2,50,000 കോടി രൂപ സബ്സിഡി നൽകിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് 2014 വരെ വില വർദ്ധിക്കാതെ പിടിച്ചു നിർത്തിയത്. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയപ്പോഴും നിങ്ങൾ ആ സത്യം മറച്ചു വയ്ക്കുന്നു. ഡീസലിൻ്റെ വില നിർണ്ണയാവകാശം ആരാ നൽകിയത്? ഈ കമ്പനികൾക്ക് നൽകിയത് ആരാ? നിങ്ങളുടെ സർക്കാരല്ലേ. ലോകത്ത് എല്ലായിടത്തും വില കുറയുമ്പോഴും ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോഴും ഇന്ത്യയിൽ മാത്രം എങ്ങനെ വില കൂടിക്കൊണ്ടിരുന്നത്? കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. എൻ്റെ ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതിലെ വലിയൊരു നുണ ഇവിടെ അത് വ്യക്തമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി എങ്ങനെയാണ് അത് തന്നെ ആ സ്കീം. ഈ സ്കീമിനെ കുറിച്ച് നിങ്ങൾ വലിയ വായിൽ സംസാരിച്ചല്ലോ.
ഈ സ്കീമിനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ? എത്ര കോടി രൂപയാണ് ആ സ്കീമിൽ മുടക്കിയത്? നിങ്ങൾ പറഞ്ഞു ഉത്തർപ്രദേശിലൊക്കെയുള്ള പാവങ്ങളുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം മുടക്കിയതെന്നല്ലേ പറഞ്ഞത്? അതെ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തന്നെ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എത്ര കോടിയാണ് മുടക്കിയത് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ ബി.ജെ.പിയുടെ പ്രതിനിധിയല്ലേ, നിങ്ങൾ പറ എത്ര കോടി ആ പദ്ധതിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഭാവനാത്മകമായ പദ്ധതിക്ക് വേണ്ടി നിങ്ങളുടെ സർക്കാർ എത്ര കോടി മുടക്കി? അത് പറയും. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഒരു പദ്ധതിയല്ല സാർ, ഒരു പദ്ധതിയല്ല. ഉച്ചക്കഞ്ഞി ഭക്ഷണം, യൂണിഫോം, അങ്ങനെ പല അതിനകത്ത്. കാരണം ഇദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇത് പ്രധാനപ്പെട്ട പോയിന്റ് പൊതുസമൂഹം അറിയേണ്ടതാ. അതുകൊണ്ട് ഞാനത് പറഞ്ഞോട്ടെ. ചെലവാക്കിയ 440 കോടിയിൽ നിങ്ങൾ മനസ്സിലാക്കണം 80% പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. അതിന് 20% ഉപഭോക്താക്കളിലേക്ക് എത്തിയത്. ഇതാണോ നിങ്ങൾ പറയുന്നത് വികസനം എന്ന് പറയുന്നത്? ഇതാണോ നിങ്ങളുടെ മോദിയുടെ ഗ്യാരണ്ടി? ഇതാണ് ചോദ്യം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ പണം നൽകിയിട്ടുണ്ടോ സാർ? ഇന്ന് ഈ കേരളത്തിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സൗജന്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ പേരാണ് ബേട്ടി ബച്ചാവോ. കൊടുത്തിട്ടില്ല. നിങ്ങൾ പറയുന്നില്ല പാളിച്ച. ഞാൻ തന്നെ പറയട്ടെ, പാർലമെന്ററി കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റി ബി.ജെ.പിയുടെ എംപിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അടങ്ങുന്ന പാർലമെന്ററി കമ്മിറ്റി പഠിച്ചിട്ടാണ് ഈ പറഞ്ഞ കണക്ക്. 80% പബ്ലിസിറ്റിക്ക് മോദിയുടെ പടം വെക്കാൻ. കേരളത്തിൽ മാത്രം വിദ്യാഭ്യാസ മേഖലയിൽ 26,000 കോടി കൊടുത്ത ഗവൺമെന്റിന്റെ പേരാണ് മോഡി. കേരളത്തെ സ്നേഹിക്കില്ലേ? അവസാനം സ്നേഹിച്ച് കേരളത്തിൽ സുപ്രീം കോടതി പോകേണ്ടി വന്നു. സുപ്രീം കോടതി പറയേണ്ടി വന്നു കേരളത്തിൽ പണം കൊടുക്കാൻ. മകൻ ചിലപ്പോ CBSE സ്കൂളിലാവും, ICSE സ്കൂളിലാവും. ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് ഈ വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിന് കിട്ടിയത് 3.89 സംസ്ഥാന നികുതി വീതം. ഇന്ന് എത്രയാ സംസ്ഥാനത്തെ നികുതി വീതം? 1.92% മാത്രം. 18,000 കോടി രൂപയാണ് ഈ വിഹിതത്തിൽ കേരളത്തിന് കുറയുന്നത്. GST നഷ്ടപരിഹാരം നിർത്തിയ വകയിൽ 12,000 കോടി രൂപ കുറച്ചു. റവന്യൂ കമ്മി ഗ്രാൻഡിൽ 8,400 കോടി രൂപ കുറച്ചു. വായ്പാ അനുമതി നിഷേധിച്ച വകയിൽ 19,600 കോടി രൂപ കുറച്ചു. ആ പ്രശ്നത്തിലാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയുടെ ശക്തമായ വിധിന്യായം കേരളത്തിന് പ്രത്യേക ഗ്രാന്റ് നൽകണമെന്ന് വായ്പ എടുക്കാൻ അനുവദിക്കാം. കോടതിയിൽ പറഞ്ഞു, കോടതി അതിനെ ശകാരിച്ചു, ഒഴിവാക്കി. ഞങ്ങൾ തയ്യാറല്ല. അവസാനം നാണവും മാനവുമില്ലാതെ സുപ്രീം കോടതി പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞ് മേടിച്ചു വന്നവരാണ് നിങ്ങൾ. മനസ്സിലായോ? നിങ്ങൾ സുപ്രീം കോടതി വിധിയൊന്നും പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. എന്താണെന്നറിയോ? രാജ്യത്തിന്റെ സുപ്രീം കോടതിയാണ് പറഞ്ഞത് നിങ്ങൾ ഹർജി പിൻവലിച്ചാലേ കേരളത്തിന് പണം കൊടുക്കുന്നു പറഞ്ഞപ്പോ അത് അനുവദിക്കാത്തത് രാജ്യത്തെ സുപ്രീം കോടതിയാണ്. പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണ്. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി ഒരു വിധിയും പറഞ്ഞില്ല. ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മിനിറ്റ്. അതായത് അങ്ങ് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ടി.എൻ. പ്രതാപൻ ഇവിടുത്തെ MP വളരെ കാര്യക്ഷമമായി പാർലമെന്റിൽ ഇടപെട്ടു. പിന്നെ കോവിഡ് കാലത്ത് അത് ചെയ്തു, ഇത് ചെയ്തു. ഞാൻ വായിച്ചൊരു കണക്കനുസരിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ടി.എൻ. പ്രതാപൻ എത്ര ഡിസ്കഷനിൽ പങ്കെടുത്തിട്ടുണ്ട്? 8 ഡിസ്കഷനിൽ. 9 നിങ്ങൾ തെളിയിച്ചോ. മാധ്യമ മേഖലയിൽ എൻ്റെ സഹപ്രവർത്തനായിരുന്ന ശ്രീ ജോൺ ബ്രിട്ടാസ്, കൈലോ ടിവിയുടെ MD ആയിരിക്കാം, അദ്ദേഹം 265. നാണവും മാനമുണ്ടോ? ഈ വർഗീയ നയത്തെ എതിർക്കാൻ, കേന്ദ്ര ഗവൺമെൻറ് അന്യായത്തെ എതിർക്കാൻ, ഈ സാമ്പത്തിക നയത്തെ എതിർക്കാൻ പ്രതാപന് നട്ടലില്ലേ? പിന്നെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല എന്ന് മനസ്സിലായത്. അല്ല,
അദ്ദേഹം മറുപടി ഇടപെട്ട പറയാൻ കാര്യം ഞാൻ പറഞ്ഞാണ്. ചോദിച്ചു. ഇനി ശരത്ത്, കെ മുരളീധരന്റെ കാര്യം കൂടി മറുപടി ഒന്നും കൂടി പറയട്ടെ. അത് കയറി ഇടപെടൽ. അപ്പോൾ മറുപടി അപ്പോൾ പറയുമ്പോൾ കയറി ഇടപെടൽ. അപ്പോൾ 8 ഡിസ്കഷൻ ടി എൻ പ്രതാപൻ, 265 ജോൺ ബ്രിട്ടാസ്. അത് അദ്ദേഹം ഒരു മെമ്പറാണല്ലോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 4 തവണ കേരള മുഖ്യമന്ത്രിയും 1 തവണ പ്രതിപക്ഷ നേതാവും 1 തവണ കേരള ആഭ്യന്തരമന്ത്രിയും ഒക്കെയായിരുന്ന ശ്രീ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ മുരളീധരന്റെ സഹോദരി BJP-യിലേക്ക് പോയി. ഈ കെ മുരളീധരൻ ഇപ്പോൾ BJP-യിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. അത് ശരിയാണോ? ഈ പിന്നെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു പത്മജ മുരളീധരന് ശേഷം വേറെയും കുറേ നേതാക്കൾ പോകുന്നു. ഇന്ന് പോയിട്ടുണ്ട് 2 പേര്. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, 2 പേര് പോയിട്ടുണ്ട്. ഇനി എത്ര പേര് പോകാനിരിക്കുന്നു? കെ സുധാകരൻ KPCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം 1980-ലെ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു. ഇനി ഐ വിൽ ഗോ ടു BJP, എന്നെ ആര് ചോദ്യം ചെയ്യുന്ന പറഞ്ഞ്. അപ്പൊ ഇവരെല്ലാം കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? താങ്കള് തൃശൂർ പ്ലസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു. താങ്കളെ പോലൊരാൾ കളവ് ഇത്തരം പൊതുവേദിയിൽ പറയരുത്. വളരെ കൃത്യമായി പറയുന്നു, കളവ്. ഏത് രേഖയിൽ നിന്നാണ് 8 ഡിബേറ്റ് മാത്രമാണ് TN പ്രതാപൻ പങ്കെടുത്തു എന്ന് പറയുന്നത്? ഏത് ഡാറ്റയാണ് താങ്കൾക്ക് കിട്ടിയത്? BJP പറയുന്ന ഡാറ്റയുണ്ട്. ആ ഡാറ്റ എന്ന് ചോദിച്ചാൽ NDAയുടെ ഫുൾ ഫോമാണ്. എവിടെ ചോദിച്ചാൽ നോ ഡാറ്റ അവൈലബിൾ എന്നാ പറയാം. ആ രീതിയിലുള്ള മറുപടി പറയല്ലേ. ഇനി TN പ്രതാപന്റെ ഡിസ്കഷനും ചോദ്യോത്തരങ്ങളും കണക്ക് നിങ്ങൾക്ക് വളരെ കൃത്യമായി പറഞ്ഞു തരാം. പാർലമെന്റിൽ ഇതുവരെ 5 വർഷത്തിനിടയിൽ 312 ചോദ്യങ്ങളാണ് TN പ്രതാപൻ ചോദിച്ചത്. പറഞ്ഞോട്ടെ രാധാകൃഷ്ണൻ, നിർത്ത് പറഞ്ഞോട്ടെ. ചോദ്യങ്ങളിൽ ദേശീയ ശരാശരി എത്രയാണെന്നറിയോ? 312 ചോദ്യം TN പ്രതാപൻ ചോദിക്കുമ്പോൾ ദേശീയ ശരാശരി 210 സംസ്ഥാന ശരാശരി 275. അതാണ് ഞാൻ പറഞ്ഞത്. രാധാകൃഷ്ണൻ കളവ് പറയുന്നത്. ഇനി അങ്ങ് പറഞ്ഞ പാർലമെന്റിന്റെ ഇത്ര മിടുക്കനായ ഒരാളെ നിങ്ങൾ ഇങ്ങനെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. അത് ഭയങ്കര സങ്കടകരമാണ്. ഇത്ര മിടുക്കനായ ഒരാളാണ് ഇങ്ങനെ അവസരപ്പെടല്ലേ? ചോദ്യം എന്നോടായിരുന്നല്ലോ. അങ്ങയുടെ സംശയം പത്മജ BJP-യിലേക്ക് പോയി. ഈ തൃശൂർ പൂരം നടക്കുന്ന ഈ മൈതാനത്ത് പറയണം. അതിലൊറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പൊതുയോഗത്തിനകത്ത് CPM-കാരൻ തന്നെ ബോധ്യപ്പെട്ടു പറഞ്ഞു മറുപടിയുണ്ട്. രാധാകൃഷ്ണേട്ട പത്മജ പോയിന്നേ, അത്രയേ ഉള്ളൂ. കേരള രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ടാകില്ല. ഇനി മുരളീധരൻ BJP-യിലേക്ക് പോകുമെന്ന അതാണ് അറിയേണ്ടത്. കണ്ണൂരിലെ പഴയകാല സഖാവുണ്ട് CK പത്മനാഭൻ. രാധാകൃഷ്ണൻ അറിയാതല്ലോ. അദ്ദേഹം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായി, പിന്നീട് ദേശീയ നേതാവായി. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷ ജനാധിപത്യ BJP-യിൽ താമര ചിഹ്നത്തിലാണ് കേരളത്തില് 3 സംഘടനകളുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളുടെ പേരാണ്. ഒന്ന് NCP-യുടെ പ്രസിഡന്റ്, DIC-യുടെ പ്രസിഡന്റ്, KPCC-യുടെ പ്രസിഡന്റ്. നിങ്ങൾ അങ്ങനെ പറയല്ലേ? അന്നത്തെ അഖിലേന്ത്യാ സെക്രട്ടറി ഈ TN പ്രതാപൻ എന്ന് പറയുന്ന ഈ തൃശ്ശൂരിന്റെ MP വിനിയോഗിച്ചു എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന കോടിക്കണക്കിന് രൂപ ഏത് തരത്തിൽ വിനിയോഗിച്ചു എന്ന് പോലും അറിയാതെ നിങ്ങളിവിടെ നിൽക്കുന്നത് ശരിയല്ല. തൃശ്ശൂർ പട്ടണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും ഒരു ഹൈമാസ് ലൈറ്റ് പോലും കൊടുക്കാൻ സാധിക്കാത്ത ഒരേ ഒരാളാണ് TN പ്രതാപൻ എന്നുള്ളത് വസ്തുതയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ ഒരു തരത്തിലും ഒരു ഹൈമാസ് ലൈറ്റ് പോലും TN പ്രതാപൻ പറയട്ടെ സുഹൃത്തെ, പറയട്ടെ. നിങ്ങളൊന്ന് അടിസ്ഥാനരഹിതമല്ല. ഇവിടെ തൃശ്ശൂർ നടപ്പിലാക്കിയില്ല എന്ന് പൂർണ്ണമായി പറയരുത്. പ്രതാപൻ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്. അത് ഞങ്ങൾ പറയാം. നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി
ഉദയനിധി സ്വന്തം മകന് വേണ്ടിയിട്ട് ഒരു FM റേഡിയോ ചാനൽ നടപ്പിലാക്കി. ലുലു കൺവെൻഷൻ വെച്ചിട്ട് മോഡിയുടെ പണം കൊണ്ട് സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെ പേരില് TN പ്രതാപന്റെ ഒരേ ഒരു വികസനമാണ് തൃശ്ശൂരിനകത്ത് നടന്നത്. അല്ല, ഇതില് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒന്നാമത് നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം BJPയുടെ നയത്തെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ പലരും പറഞ്ഞു കോൺഗ്രസ് അങ്ങ് BJP ആയി പോവാണ്. ഇത് വ്യക്തികളായിട്ടുള്ള ആളുകൾ പോകുന്നതല്ല. ഇപ്പം ഞാൻ ചില ഉദാഹരണം പറയാം. അരുണാചൽ പ്രദേശിൽ 60 അംഗ സഭയിൽ 44 സീറ്റ് നേടി കോൺഗ്രസ് ജയിച്ചു. മുഖ്യമന്ത്രി അടക്കം 43 MLA-മാർ BJP ചേർന്നു. ഗോവയില് BJPയെ തോൽപ്പിക്കാൻ ജനങ്ങൾ 12 കോൺഗ്രസ്സുകാർ കൂറുമാറി അപ്പുറത്ത് പോയി. കർണാടകയിൽ അല്ല, ഇത് ഞാൻ പറയട്ടെ, കർണാടകയിൽ കോൺഗ്രസ് ജനതാദൾ സഖ്യത്തെ ജനങ്ങൾ അധികാരത്തിലേറ്റി. കോൺഗ്രസിന്റെ 17 MLA-മാർ കൂറുമാറി BJP ചേർന്നു. ഇങ്ങനെയാണ് ഗവൺമെന്റുകൾ പോകുന്നത്. എത്ര മുഖ്യമന്ത്രിമാർ അല്ലല്ല, ഇതിലെ TN പ്രതാപൻ ഒന്നും ചെയ്തില്ല എന്ന് ഇവിടെ കൗൺസിലർ അടക്കം പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചുരുക്കം ചില കാര്യങ്ങൾ പറയാം. സെന്റ് മേരീസ് കോളേജിൽ ഓഡിബിൾ ലാബ്, അവിടെ തന്നെ സ്കൂൾ ബസ്, സെന്റ് തോമസ് കോളേജിൽ സ്കൂൾ ബസ്, അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡ്, മെഡിക്കൽ കോളേജിൽ വാട്ടർ കിയോസ്ക്, അതേപോലെ തന്നെ ഹോമിയോ ചൂണ്ടിക്കാണിക്കാവുന്ന എന്ത് പദ്ധതിയാണുള്ളത്? ഹോമിയോ ഡിസ്പെൻസറിയിൽ ആംബുലൻസ്, സാംസ്കാരിക നഗരത്തിന് 50 കോടിയുടെ മാസ്റ്റർ പ്ലാൻ ഈ വടക്കുന്നാഥിന് വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്, ഇനി എന്റെ ചോദ്യത്തിലേക്ക് വരാം. ആലത്തൂർ മണ്ഡലത്തിലാണെന്ന് ഇദ്ദേഹം പറയുന്നത്. മെഡിക്കൽ കോളേജ് ആലത്തൂർ മണ്ഡലത്തിലാണ്. ആംബുലൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ ടൗണിലത്തെ ഓട്ടോ തൊഴിലാളിയാണ്. 3 പേരോട് കൂടി ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിട്ടാണ് കൂടുതൽ ചോദിക്കാനുള്ളത്. ഇവിടെ പാർട്ടി പറയല്ല, എന്നാലും ഞങ്ങൾ ഓട്ടോ തൊഴിലാളികളുടെ ഒരു വിഷമം കൂടി പറയാണ്. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു ഓട്ടോ തൊഴിലാളികൾക്ക് മാത്രമായിട്ട്, ക്ഷേമനിധിയും ഇൻഷുറൻസിൻ്റെയും. ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒരു വാർത്തയില്ല. അത് നിങ്ങൾ 3 പേരും ഒരു വാർത്ത എഴുതില്ല. പിന്നെ തൊട്ടടുത്ത പാലിയേക്കര ടോൾ പാസ്സാണ് സാറേ, ഇത്രയും വർഷങ്ങളായി അത് പിരിച്ചുകൊണ്ടിരിക്കുക. സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ ഒരാഴ്ചയിൽ അവിടുത്തെ ഒരു ദിവസത്തെ കളക്ഷൻ 1 CR ആണ്. കാരണം വ്യക്തമായിട്ട് സാറേ, ഇത്രയും ജനങ്ങൾ അവിടെ വണ്ടിയും പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇത്ര പൈസ എന്നുള്ളത് അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇതെന്തുകൊണ്ട് സാറേ നിങ്ങൾ 3 ഗവൺമെൻറ്റുകളും കൂടി നിന്നിരുന്ന കാലത്ത് നിർത്താൻ പറ്റിയില്ല? അത് ഞങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ സാറേ? അതായത് ജനകീയ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും വളരെ സജീവമാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമയം തീരുകയാണ്. അപ്പോൾ പാലിയേക്കര പലയിടത്തും ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. 3 പേരിലേക്ക് ഞാൻ അതിൻ്റെ ഒരു അവസാന റൗണ്ടിലേക്ക് എത്തുന്നു. അബ്ദുൽ ഖാദർ ആദ്യം. അല്ല, പാലിയേക്കര അതായത് നമ്മുടെ രാജ്യത്തെ വികസന പദ്ധതികളിൽ ടോളുകൾ ഏർപ്പെടുത്തുക എന്ന നയം കോൺഗ്രസ് കാലത്ത് ആരംഭിച്ചു. BJP അത് തുടരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ വികസന പരിപ്രേക്ഷ്യങ്ങളാകെ മാറ്റിമറിക്കപ്പെടുന്നു. 2015 മുതൽ ഇവിടെ റെയിൽവേ ബജറ്റില്ല. നമ്മുടെ എല്ലാ മേഖലയും സ്വകാര്യ മേഖലയിലേക്ക് തീരെഴുതി കൊടുക്കുന്നു. ജനക്ഷേമ പദ്ധതികൾ വെട്ടിച്ചുരുക്കപ്പെടുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് കേന്ദ്രവിഹിതം വലിയ തോതിൽ കുറയ്ക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ദേശീയ ആരോഗ്യ പദ്ധതി വിഹിതം കുറയ്ക്കുന്നു. വിദ്യാഭ്യാസ അങ്ങ് ഇങ്ങനെ പ്രകോപനാവില്ലെന്ന് എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കേരളത്തിലെ LDF ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നുകൂടി ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഒരു സംശയം വേണ്ട. ഈ തൃശ്ശൂരിലെ അമൃത് നഗരം പദ്ധതി പ്രകാരം 400 കോടിയാണ്. ഇപ്പൊ നിങ്ങൾ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, ഡിവൈഎഫ്ഐക്കാരാ, ആ ഫ്ലൈ ഓവർ നമ്മൾ റൗണ്ട് ചുറ്റ് മോഡിയുടെ പണമാണ്. വെള്ളം വരും, അത് മോഡിയുടെ പണമാണ്. നിന്റെ കൗൺസിലറെ നിനക്ക് ആവാസ് യോജന കൊടുക്കാം, അത് മോഡിയുടെ പണമാണ്. മനസ്സിലായോ?
മോഡിയുടെ പണമാണ്. തൃശ്ശൂരിലെ പൂരം നടത്താൻ വേണ്ടി ആനകളുടെ വിലക്ക് നീക്കിയ ആളുടെ പേരാണ് മോഡി. മനസ്സിലായോ? പൂരത്തിന്റെ ആനകളുടെ വിലക്ക് നിർത്തിയ ആളുടെ പേരാണ് മോഡി. മനസ്സിലായോ? കാശിനാഥന്റെ മണ്ണിൽ നരേന്ദ്രമോദിയാണെങ്കിൽ വടക്കുനാഥന്റെ മണ്ണിൽ നിന്ന് വിജയിക്കുന്ന ആളുടെ പേര് സുരേഷ് ഗോപി എന്നായിരിക്കും. ടോൾ പിരിവുമായി ബന്ധപ്പെടുത്തി ഒരു സംശയം വേണ്ട. നേരത്തെ ഓട്ടോ സുഹൃത്ത് ചോദിച്ചു ടോൾ പിരിവുമായി ബന്ധപ്പെടുത്തി ടോളിന്റെ കാലാവധി കഴിഞ്ഞിട്ടോ കഴിഞ്ഞ 10 വർഷക്കാലമായി ആ ടോളിന് അനുവാദം കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. അതുമായി ബന്ധപ്പെടുത്തി ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധത്തിലേക്ക് വന്നപ്പോൾ BJP എവിടെയും നമ്മൾ കണ്ടില്ല. ഇവിടുത്തെ സിറ്റിംഗ് MP ആയ TN പ്രതാപനടക്കം അവിടെ പ്രതിഷേധം നടത്തി സമരത്തിൽ പങ്കെടുത്തവരാണ്. അവിടെ BJP എവിടെയും കണ്ടില്ല. ടോൾ പ്ലാസ സംവിധാനവും ആ മാഫിയയുമായി NDAക്കുള്ള അമിതമായ ബന്ധമാണ്. കാലാവധി അമിതമായ സാമ്പത്തിക ഇടപാട് നേരത്തെ പറഞ്ഞല്ലോ. മറ്റൊരു മുഖമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇപ്പോ ഗ്യാരണ്ടി എന്ന് പറയുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ആവേശമാണ് ഈ ചർച്ചകളിൽ നിഴലിച്ചത്. അതിപ്പോഴും തീരുന്നില്ല. അത് തുടരുന്ന സാഹചര്യം. വളരെ ശക്തമായ മത്സരത്തിന്റെ എല്ലാ ചൂടും ചൂരുമാണ് പടക്കളത്തിലൂടെ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ തൃശ്ശൂരിൽ നിന്നും എത്തിക്കാനായത്. എല്ലാവർക്കും നന്ദി.